ഓ പാവനാത്മാവേ, എന്നിൽ വന്നു നിറയണമേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ, പുത്തനുണർവെനിക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവേ, അങ്ങയുടെ വചനമാണ് എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ എളിയ ജീവിതത്തിന് അങ്ങയുടെ വചനമാണ് ശക്തി പകർന്നത്. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിട്ട് ഉള്ളിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാ. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എനിക്ക് നന്മയായിട്ട് മാത്രം ചിന്തിക്കുന്ന ദൈവമേ, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ കുറവുകളെല്ലാം അറിയുന്ന ദൈവമേ, എൻ്റെ ബലഹീനതകളെല്ലാം അറിയുന്ന കർത്താവേ, എൻ്റെ അവസ്ഥകളെല്ലാം അറിയാവുന്ന തമ്പുരാനെ, നിനക്ക് അജ്ഞാതമായിട്ടൊന്നുമില്ലല്ലോ. എനിക്കൊരിടത്തും ഓടി ഒളിക്കാനില്ല. എൻ്റെ ചിന്തകളും എൻ്റെ ചെയ്തികളും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ ബന്ധങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാം കർത്താവെ നീ അറിയുന്നുണ്ട്. ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം ദൈവമേ നിന്റെ അറിവോട് മാത്രമാണ്. കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഈ എളിയ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുക. എൻ്റെ മേൽ കരുണയായിരിക്കണേ കർത്താവെ. നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ കർത്താവെ എന്നെ സഹായിക്കണേ. നിനക്ക് ഇഷ്ടപ്പെട്ട കുടുംബം പോലെ ആയിത്തീരാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കണേ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും അറിയുന്ന ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. ഒരു നിമിഷം ഉള്ളിൽ പ്രാർത്ഥിച്ചോ. കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്ത, നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ നമ്മുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചോ നമ്മളെ ആകുലപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഒരു നിമിഷം ഒന്ന് ഓർത്തെടുത്തിട്ട് നമ്മൾ ദിവികാരൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. എല്ലാം അറിയുന്ന ദൈവമേ, നീ എൻ്റെ മുന്നോട്ടുള്ള കാലടികളെ നയിക്കണമേ. കർത്താവേ, ഞാൻ വചനത്തോട് ചേർന്നിരിക്കുക, ഞാൻ കൂദാശകളോട് ചേർന്നിരിക്കുകയാ. ഓർക്കണം കേട്ടോ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് പോകുന്ന വഴിയിൽ കർത്താവ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ചലിച്ചു. കർത്താവ് അവരോടൊപ്പം താമസിക്കാൻ ചെന്ന് അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. എൻ്റെ കർത്താവേ, എനിക്ക് വിശ്വസിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ വചനം, രണ്ട് പരിശുദ്ധ കൂദാശയും. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ മുറുകെ പിടിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനവും അങ്ങ് സ്ഥാപിച്ച പരിശുദ്ധ കൂദാശയും ഞാൻ മുറുകെ പിടിക്കുക. കർത്താവെ, അങ്ങയുടെ വചനം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം ചോദിക്കട്ടെ കർത്താവെ. മുന്നോട്ടുള്ള നാൾ വഴികളിൽ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യവും ശക്തിയും പ്രചോദനവും ഒക്കെ കിട്ടാൻ അങ്ങയുടെ വചനം എനിക്ക് വലിയൊരു അഭിഷേകമായിട്ട് മാറട്ടെ കർത്താവെ. എൻ്റെ കാലടികളെ അങ്ങയുടെ വചനം നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, എൻ്റെ പാതയിൽ പ്രകാശവുമാണെന്ന വചനം ഞാൻ ഏറ്റെടുക്കുന്നു കർത്താവെ. രണ്ട്, കർത്താവെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ ഉൾക്കൊള്ളാനായിട്ട് എന്നെ സഹായിക്കണമേ. എൻ്റെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ആത്മീയ ഭക്ഷണമായ പരിശുദ്ധ കൂദാശ യോഗ്യതയോടെ സ്വീകരിച്ച് കർത്താവെ, ഈ ജീവിതത്തിൽ നിന്നോട് ചേർന്നിരിക്കാനുള്ള കൃപാവരം എനിക്ക് തരണേ. ഉള്ളിൽ പ്രാർത്ഥിച്ചോട്ടോ. കർത്താവെ, എന്നെ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്ക്. ദൈവമേ, ഈ ജീവിതയാത്രയിൽ തളർന്നു പോകാതെ ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണേ, എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു മേഖലയിൽ, കുടുംബത്തിൻ്റെയോ പ്രിയപ്പെട്ടവരുടേതോ നമ്മുടേതോ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കൊരു ഇടർച്ചയുണ്ട്, ഒരു വീഴ്ചയുണ്ട്, നമുക്കൊരു പരാജയം സംഭവിക്കുന്നുണ്ട്, ഒരു ബലഹീനത നമ്മുടെ കുടുംബത്തിലോ നമുക്ക് ഉണ്ട്, എന്തെങ്കിലും മനസ്സിലൊരു സങ്കടകരമായ ചിന്ത വരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആ സങ്കടകരമായ കാര്യം ഒന്ന് ഓർമ്മിച്ചെടുക്കൂ. എന്നിട്ട് ദിവ്യകാരുണ്യ സന്നദ്ധയിൽ സമർപ്പിക്കൂ. എന്നിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. ദൈവമേ, ഈ അൾത്താരയിൽ നിന്റെ സന്നദ്ധയിൽ ഞാൻ സമർപ്പിക്കുന്ന ഈ സങ്കടത്തിൻ്റെ വിഷയം, ഈ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനാ നിയോഗം നീ കാണണമേ, നീ കേൾക്കണമേ. കർത്താവെ, നിന്റെ വലിയൊരു സംരക്ഷണം ഞാൻ അനുഭവിച്ചറിയട്ടെ. എന്നിട്ട് നിന്റെ വചനത്തോട് ചേർന്ന്, നിന്റെ കൂദാശകളോട് ചേർന്ന് എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ കർത്താവെ ആവശ്യമായ ആത്മീയമായ ഉൾക്കരുത്ത് നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചോ. കണ്ണുകൾ അടച്ച് കരങ്ങുന്ന നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിറയുന്ന പ്രാർത്ഥനകളെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കും. എന്തൊക്കെയാണോ മനസ്സിൽ നിറയുന്നത് അപ്പോൾ തന്നെ എൻ്റെ ഈശോയെ നിന്റെ കുരിശിൻ്റെ ചോട്ടിലേക്ക് ഞാൻ സമർപ്പിക്കുക. പ്രാർത്ഥിച്ചോ. അല്ലെങ്കിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ കർത്താവെ അങ്ങയുടെ അൾത്താരയിൽ സമർപ്പിക്കുക. പ്രാർത്ഥിച്ചോ. മനസ്സിൽ കയറി വരുന്ന ചിന്തകളും മനസ്സിൽ കയറി വരുന്ന വ്യക്തികളും മനസ്സിൽ കയറി വരുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. ദൈവമേ, എൻ്റെ മേല്, എൻ്റെ കുടുംബത്തിൻ്റെ മേല്, മനുഷ്യകുലം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. കാരിലും പാടികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിന്റെ മാറിൽ ജീവൻ ത്യാഗം ചെയ്ത കർത്താവേ, നിന്റെ പീഡകളും നിന്റെ കുരിശുമരണവും ഞങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി. കർത്താവേ, ഞങ്ങളുടെ കുറവുകളോടും ഞങ്ങളുടെ ബലഹീനതകളോടും
ഞങ്ങളുടെ പാപശീലങ്ങളോടും ചേർത്ത് ഞങ്ങൾ അങ്ങയുടെ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ ഞങ്ങൾ. ആ തിരുരക്തത്തിന്റെ ശക്തമായ അഭിഷേകത്താൽ കർത്താവേ, ജീവിത വഴിയിൽ മുന്നോട്ട് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുറവുകളും ബലഹീനതകളും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കും. ദൈവമേ, മറ്റുള്ളവരെ വിധിച്ച് മറ്റുള്ളവരിൽ കുറ്റമാരോപിച്ച് മാറ്റി നിർത്തുമ്പോഴും ഞാൻ അറിയുന്നില്ല എൻ്റെ കുറവുകൾ എന്തൊക്കെയാണ്, എൻ്റെ ബലഹീനതകൾ, എൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ വഴികൾ. കർത്താവേ, എല്ലാം അറിയുന്ന ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ വന്നു നിന്ന് എൻ്റെ കുറവുകളും എൻ്റെ ബലഹീനതകളും എല്ലാം സമർപ്പിച്ച് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളും അസ്വസ്ഥതകളും എല്ലാം സമർപ്പിച്ചിട്ട്, കർത്താവേ, പാപിയായ എൻ്റെ മേല് കരുണയായിരിക്കണമേ. ഈ അയോഗ്യദാസന്റെ മേല്, അയോഗ്യദാസിയുടെ മേല് കർത്താവേ നിന്റെ തിരുച്ചോര ഒഴുക്കണമേ. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ആത്മാവും കർത്താവേ അങ്ങ് ശുദ്ധീകരിക്കണമേ. എല്ലാ തരത്തിലുള്ള തിന്മയുടെ പിടുത്തത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ. കർത്താവേ, നിത്യതയെ സ്വപ്നം കണ്ട് ജീവിക്കാൻ, സ്വർഗത്തിനിണങ്ങുന്നത് പോലെ ഈ ലോകത്തിൽ ജീവിച്ചങ്ങയെ മഹത്വപ്പെടുത്താൻ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയെ ആരാധിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സകലരുടെ മേൽ കർത്താവേ അങ്ങയുടെ ശക്തമായ കാരുണ്യവും അങ്ങയുടെ സ്നേഹവും നിറയട്ടെ. സർവശക്തനായ ദൈവമേ, മനുഷ്യകുലത്തോട് അങ്ങ് പ്രകടിപ്പിക്കുന്ന അനന്തമായ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയും. കർത്താവേ, ബലഹീനരായ ഞങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നതിനെയോർത്ത്, ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്നതിനെയോർത്ത്, ഞങ്ങളുടെ ജീവിതത്തിന്റെ നാൾ വഴികളിൽ ഞങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നതിനെയോർത്ത്, ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന കർത്താവേ, ഈ ദേവാലയത്തിനകത്ത് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരെയും ഞങ്ങൾ ഓരോരുത്തരെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുകയും ഇന്നേ ദിവസം കർത്താവേ, പരിശുദ്ധ കുർബാനയുടെ മണിക്കൂറിലൂടെ, ദൈവവചന ശുശ്രൂഷയിലൂടെ, ഈ ആരാധനയുടെ മണിക്കൂറിലൂടെ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സകല കൃപകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെല്ലാം ഞാൻ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാം അറിയുന്ന ദൈവമേ, എൻ്റെ മനസ്സിന്റെ വിചാരങ്ങളും വികാരങ്ങളും അറിയുന്നവനെ, എൻ്റെ ചെയ്തികളും ചിന്തകളും തീരുമാനങ്ങളും വിവേചിച്ചറിയുന്നവനെ, നിന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ എനിക്കില്ല. എന്നെ പൂർണ്ണമായി അറിയുന്നവനെ, എൻ്റെ കുറവുകൾ അറിയുന്നവനെ, എൻ്റെ ബലഹീനതകൾ അറിയുന്നവനെ, എന്നിട്ടും എന്നെ സ്നേഹിക്കുന്നവനെ, എന്നെ ചേർത്ത് പിടിക്കുന്നവന്, എന്നെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ആരാധന ആരാധന രാജാധിരാജന് ആരാധന, ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന, ആരാധന 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 രാജാധിരാജന് ആരാധന, ആരാധന 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 യാക്കോബിൻ വല്ലഭന് ആരാധന, ആരാധന ആരാധന രാജാധിരാജന് ആരാധന, ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, ധീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, ധീരനാം ദൈവം. ആരാധന ആരാധന രാജാധിരാജന് ആരാധന, ആരാധന
ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന 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 രാജാധിരാജന് ആരാധന 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 യാക്കോബിൻ വല്ലഭന് ആരാധന. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139 അധ്യായം 23, 24 തിരുവചനങ്ങൾ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139 അധ്യായം 23, 24 തിരുവചനങ്ങൾ. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ്, ദൈവമേ എന്നെ പരിശോധിച്ച്, ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. കർത്താവേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. കർത്താവേ, എൻ്റെ ഹൃദയ വിചാരങ്ങളെ അങ്ങ് പരിശോധിക്കണമേ, അങ്ങ് മനസ്സിലാക്കണമേ. വിനാശത്തിന്റെ വഴിയിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് അങ്ങ് നോക്കണമേ. കർത്താവേ, ഈ ലോക ജീവിതം ഓരോ ദിവസവും പിന്നിടുമ്പോ ഞാൻ എൻ്റെ ബുദ്ധിക്ക് തോന്നുന്നതുപോലെ എൻ്റെ ചിന്തകൾക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. കർത്താവേ, എൻ്റെ ഹൃദയത്തിന്റെ വിചാര വികാരങ്ങളെ അങ്ങ് പരിശോധിച്ചറിയണമേ. എന്നിട്ട് ഞാൻ വിനാശത്തിന്റെ വഴിയിലാണെങ്കിൽ നശിച്ചു പോകാൻ എന്നെ അനുവദിക്കരുതേ. കർത്താവേ, എൻ്റെ കരം പിടിച്ചെന്നെ തിരികെ കൊണ്ടുവരണേ. എന്റെ മേലുള്ള അധികാരം ഞാൻ നിനക്ക് വിട്ടുതരുകയാ. കർത്താവേ, എന്നെ പരിശോധിച്ചറിഞ്ഞ് വിനാശത്തിന്റെ വഴിയിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണേ. പ്രാർത്ഥിക്കാം നമുക്ക്. കൈകളടിച്ച് ചെങ്കടൽ പിളർന്നും വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിനാരാധന. വഴി നടത്തുന്നത് മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. ചെങ്കടൽ പിളർന്നുയർന്നു വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിനാരാധന. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. മേഘത്തൂണായി തണലായി അഗ്നിസ്തംഭം കാവലായി നടത്തിയിടുന്നാഥന് ആരാധന. മേഘത്തൂണായി തണലായി അഗ്നിസ്തംഭം കാവലായി നടത്തിയിടുന്നാഥന് ആരാധന. ആരാധന ആരാധന രാജാധിരാജന് ആരാധന 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 യാക്കോബിൻ വല്ലഭന് ആരാധന 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 രാജാധിരാജന് ആരാധന 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 യാക്കോബിൻ വല്ലഭന് ആരാധന. സങ്കീർത്തനം 143 5, 6 തിരുവചനങ്ങൾ. സങ്കീർത്തനം 143 5, 6 തിരുവചനങ്ങൾ. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു. ഉണങ്ങി വരണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. സങ്കീർത്തകൻ പറയുകയാ, കർത്താവേ, കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. അങ്ങ് ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് ഞാൻ ധ്യാനിക്കുന്നു. എന്റെ കർത്താവേ, എന്നിട്ട് ഞാൻ അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാ വറ്റി വരണ്ട ഭൂമി പോലെ ഞാൻ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുകയാണ്. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിക്കേ. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. എന്റെ ജീവിതത്തിൽ അങ്ങ് വർഷിച്ചിട്ടുള്ള കൃപകൾ നിരവധിയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നീ എനിക്ക് തന്നു. എന്നിട്ടും എന്റെ ദൈവമേ, ഞാനോ എന്റെ കുടുംബമോ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാ വറ്റി വരണ്ട ഭൂമി ജലത്തിന് വേണ്ടി എന്നതുപോലെ എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുകയാ. ഈ അയോഗ്യദാസന്റെ മേൽ, അയോഗ്യദാസിയുടെ മേൽ കർത്താവേ അങ്ങയുടെ കൃപയൊഴുക്കണമേ. ഈ പാപിയുടെ മേൽ കർത്താവേ നിന്റെ കൃപയൊഴുക്കണമേ. കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി എല്ലാവരും ചേർന്ന് യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ. യേശുവേ 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 യേശുവേ. എന്റെ കർത്താവേ, കഴിഞ്ഞ കാലഘട്ട
കാലഘട്ടങ്ങളിൽ നീ എനിക്ക് ചെയ്തിട്ടുള്ള വൻകാര്യങ്ങളെ ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുന്നു. എന്നിട്ടും എന്റെ ദൈവമേ, ഞാനോ എന്റെ പ്രിയപ്പെട്ടവരോ നിന്നിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. വീണ്ടും ഒരു തിരിച്ചു വരവ്, വറ്റിവരണ്ട ഭൂമി ദാഹജലത്തിന് വേണ്ടി എന്നതുപോലെ കർത്താവേ, നിർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്റെ ഹൃദയം നിനക്ക് വേണ്ടി ദാഹിക്കുന്നു. ഈ പാപിയുടെ മേൽ, ഈ അയോഗ്യദാസന്റെ മേൽ, അയോഗ്യദാസിയുടെ മേൽ കർത്താവേ, കാരുണ്യത്തിന്റെ നീരുറവ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ സ്തുതി, 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 മഹത്വം, മഹത്വം. കർത്താവേ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ഉപവർഷിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും